ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ വിമർശനവും തലോടലും വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന് ഉള്ള വടിയെന്ന് CPM കുറ്റപ്പെടുത്തുമ്പോൾ CPIക്ക് ഉള്ളിൽ രണ്ട് അഭിപ്രായമാണ് ഉയരുന്നത്. ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുന്ന വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ആദ്യം ആ റിപ്പോർട്ട് കാണാം. ഉപകരണങ്ങളുടെ അപര്യാപ്തതയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകളുണ്ടാക്കിയ തുടർചലനങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഡോക്ടർ എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് യൂറോളജി വിഭാഗത്തിലെങ്കിലും ആവശ്യത്തിന് ഉപകരണങ്ങൾ എത്തിയെന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരം തന്നെയാണ്. ആദ്യ ദിനങ്ങളിൽ ഡോക്ടർക്ക് പരിപൂർണ പിന്തുണയാണ് എല്ലാ കോണുകളിൽ നിന്നും ലഭിച്ചതെങ്കിൽ ഇന്ന് മുതൽ പക്ഷേ അങ്ങനെയല്ല. ഇന്ന് ഏറ്റവും ആദ്യം വിമർശനവുമായി രംഗത്തെത്തിയത് മന്ത്രി സജി ചെറിയാൻ. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പണിയല്ല ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്തത് എന്നുള്ളതാണ് മന്ത്രിയുടെ വിമർശനം. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും സമാന നിലപാടുമായി രംഗത്തെത്തി. ഒരു ഗവൺമെന്റിനെ മുഴുവൻ താറടിക്കുകയാണ്. സംഭവം നടന്നിരിക്കുന്നു, അപരാധം ചെയ്തിരിക്കുന്നു, ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല. ആ ഡോക്ടറെ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തത് എന്നുള്ളത് ശരിയാണെങ്കിലും അത് ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതല്ല ചെയ്തത്. ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഹോസ്പിറ്റലിന്റെ മുമ്പിലോട്ട് ജാഥ വീണാ ജോർജ് രാജിവെക്കാൻ യുവമാര് പറയുമ്പോൾ രാജിവെക്കാനാണ് വീണാ ജോർജ്. പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ അവരുടേതായ പ്രതികരണം വരികയും ചെയ്തു. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ കഠിനാധ്വാനിയാണ് എന്നും നല്ല ഡോക്ടറാണെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വെച്ചത്. അതിന് സമാനമായതിനുള്ള നിലപാട് ആവർത്തിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും. പക്ഷേ CPIയിൽ ഈ വിഷയത്തിൽ രണ്ട് നിലപാടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത് അദ്ദേഹം ഒരു മികച്ച ഡോക്ടറാണെന്നാണ്. ഒരു ഡോക്ടറുടെ സാമൂഹികമായ പ്രതിബദ്ധതയെപ്പറ്റി ബോധ്യമുള്ള ഡോക്ടറായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത്. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് കൂടുതൽ ആരോഗ്യ മേഖലയെ മോശപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. പ്രതിപക്ഷത്തിന് പടി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് പറയാനുള്ളത്. വിമർശനങ്ങളും നടപടികളും എല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതിനാൽ തന്നെ വരുന്ന വിമർശനങ്ങളോട് സൗമ്യമായി പ്രതികരിക്കുകയാണ് ഡോക്ടർ. ഞാൻ ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാകും. എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിന്റെ എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാനായി ഒരു സമിതി അന്വേഷണം നടത്തുന്നുണ്ട്. 4 പേരാണ് ആ സമിതിയിലുള്ളത്. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്താകും എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അച്ചടക്കലംഘനം നടത്തിയ ഹാരിസ് ചിറക്കലിനെതിരെ ഒരു താക്കീതിൽ നടപടി ഒതുക്കും എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നടത്തിയ അവലോകന യോഗത്തിൽ ഹാരിസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നാലെ മന്ത്രി സജി ചെറിയാനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എല്ലാം വിമർശനം ഉന്നയിക്കുമ്പോൾ കടുത്ത നടപടി ഹാരിസിനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു സംവിധാനം നന്നാക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഡോക്ടർക്ക് നടപടി നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അമൽ തനംപ്രവേൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമ്മോടൊപ്പം അതിഥികളായി ഡോക്ടർ SS ലാൽ, റെജി ലൂക്കോസ്, അഞ്ചൽ ജോബ് ആശുപത്രി വികസന സമിതി അംഗം നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ SS ലാൽ, ഡോക്ടർ SS ലാൽ, നോക്കൂ, അതായത് ഒരു സിസ്റ്റത്തിന്റെ പിഴവ് തുറന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളിൽ അതിവേഗം അതൊരു റെക്ടിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടുകൊണ്ടുള്ള തുടക്കം കുറിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ അത് വസ്തുതാപരമാണ് എന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും നമ്മൾ ഇന്നലെ വരെ കേട്ടതാണ്. ഇന്നലെ വൈകുന്നതിന് ശേഷം ഇന്ന് രാവിലെ ഉണർന്നെണീക്കുമ്പോഴൊക്കെ തന്നെ പ്രതികരണങ്ങൾ മാറി വരികയും ഭീഷണി സ്വരമൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത്, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയുടെ ഭാഗത്ത് നിന്നും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും, അതിനേക്കാൾ ഉപരി ഈ പാർട്ടിയുടെ മുഖപത്രത്തിൽ ഇന്ന് എഡിറ്റോറിയലിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ, അതിൻ്റെ തലക്കെട്ട്, ഈ എഡിറ്റോറിയലിൽ വന്ന കുറിപ്പിന്റെ തലക്കെട്ട് ഇതാണ്. അതായത് ഇത് തിരുത്തലല്ല, തകർക്കലാണ് എന്നാണ് നൽകുന്ന മറുപടി. അതിൽ തന്നെ അതേ പേജിൽ ആരോഗ്യ മന്ത്രിയുടെ ഒരു അഭിമുഖം കൂടിയുണ്ട്. അതിൽ ആരോഗ്യ കേരളത്തിൽ മാധ്യമവേട്ട എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഒക്കെയും നമുക്ക് വിലയിരുത്തുമ്പോൾ ഡോക്ടർ SS ലാലിന് എന്താണ് തോന്നുന്നത്? അതായത് ഈ പരാതി പറയാൻ ഇറങ്ങിയ ആൾ ഒരു കുലംകുത്തിയായി, വെറുക്കപ്പെട്ടവനായി മാറുകയാണോ പാർട്ടിക്കും സർക്കാരിനും? യാത്രികനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നിട്ടും ഡോക്ടർ ഹാരിസ് നിലമ്പൂർ രക്ഷപ്പെട്ടി പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ്.
അത്തരത്തിൽ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം 3 ദിവസം കൊണ്ട് സർക്കാർ വിരുദ്ധനാകില്ല. ഇവിടെ സർക്കാരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആരോഗ്യവകുപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ എല്ലാം നമ്പർ 1 ആണെന്ന് പറയുന്നതെങ്കിൽ മാത്രമേ അംഗീകാരമുള്ളൂ. അല്ലാത്തവരെല്ലാം എതിർക്കപ്പെടുകയല്ല, ആക്രമിക്കപ്പെടുക. CPM-കാരനായ ഡോക്ടറിന് ഈ അവസ്ഥ വരിക എന്ന് പറഞ്ഞ് ആലോചിച്ചു. ഞങ്ങളുടെ അറിവിൽ അദ്ദേഹം ഇപ്പോഴും CPM-കാരനാണ്. CPM ആണോ കോൺഗ്രസ് ആണോ ഇതൊന്നും വിഷയമല്ല. ഡോക്ടറായ ഡോക്ടറാണ്. നമ്മളെല്ലാം ഈ പ്രൊഫഷൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഗവൺമെന്റ് കാണുന്നത് തിരിച്ചാണ്. ആരെന്ത് പറയുന്നു എന്നുള്ള, ഏത് വിഷയം പറയുന്നു എന്നല്ല, എന്ത് പറയുന്നതല്ല, ആര് പറഞ്ഞു എന്നുള്ളതാണ്. മന്ത്രി 3 ദിവസം മുമ്പ് അബദ്ധത്തിൽ പറഞ്ഞാണോന്നറിയില്ല, സിസ്റ്റം തകരാറാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ചു നാളായിട്ട് പറയുകയാണ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് മന്ത്രി അംഗീകരിച്ചു. അപ്പൊ ആദ്യം മന്ത്രി സിസ്റ്റത്തിൽ തകരാറാണെന്ന് പറഞ്ഞു, അംഗീകരിച്ചു. പിന്നെ മന്ത്രിയെ കൊണ്ട് തിരിച്ചു പറയിക്കണം. മന്ത്രി ഒരു ലോ വെയിറ്റ് മന്ത്രിയാണ്, അവർ കുറ്റം പറയാൻ കഴിയില്ല. അവർ കഴിവുണ്ട്. പക്ഷെ ആരോഗ്യവകുപ്പിൽ അവർക്ക് പ്രത്യേകിച്ച് നൈപുണ്യമൊന്നുമില്ല. പിന്നെ പാർട്ടിയിലും ചെറിയ ആളാണ്. അപ്പൊ അവർക്ക് പാർട്ടി പറയുന്നതനുസരിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നതും മറ്റു മന്ത്രിമാർ പറയുന്ന അപകടമാണ്. ഒരു കേരളത്തിന്റെ ഒരു തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സംസ്ഥാനം എന്ന് പറയുന്നത് പോലീസുകാർക്ക് സംഘടനയുള്ള സംസ്ഥാനമാണ്. ആലോചിച്ച് നോക്കുന്നത്. പോലീസുകാർക്ക് യൂണിയനുള്ള സംസ്ഥാനമാണ്. ഇവിടെ ഇത് യൂണിയന്റെ പേരിൽ പോലും ഒരു അധ്യാപകൻ, ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസർ, അയാൾക്ക് ചികിത്സിക്കാൻ നിവൃത്തിയില്ല. മകന്റെ പ്രായമുള്ള കുട്ടിക്ക് ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യന്റെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അത് ഡോക്ടർ മാത്രമാണ് അവിടെ. അങ്ങർക്ക് അദ്ദേഹം അധ്യാപകനോ രാഷ്ട്രീയക്കാരനോ ഒന്നുമല്ല. ഒരു മനുഷ്യത്വമുള്ള ഡോക്ടർ. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. മനുഷ്യത്വം ഇല്ലാത്ത ഒരു മെഡിക്കൽ പഠനത്തിൽ വന്നാൽ പോലും ഈ പഠനം കഴിയുമ്പോൾ മനുഷ്യത്വമായി പോകും. കാരണം ദിവസവും കാണുന്ന രോഗങ്ങളും മരണവും. അല്ലാത്ത എക്സെപ്ഷൻസ് കാണും. ഞാൻ അവരെ പറ്റിയല്ല പറഞ്ഞു. പൊതുവെ ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മനുഷ്യത്വം ഉണ്ടായിപ്പോകും. അപ്പൊ അതിന് വളരെയധികം മനുഷ്യത്വമുള്ള നാട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ള ഡോക്ടർ, അയാൾ വലിയ റിസ്ക് എടുത്താണ് പറഞ്ഞത്. അവിടെ ഒരുപാട് ഹാരിസ്മാരുണ്ട്. റിസ്ക് എടുക്കാൻ ഭയന്നിട്ട് പറയാത്തതാണ്. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പരിമിതികൾ മനസ്സിലാക്കി പറയാത്തതാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പറയാത്തതാണ്. ഇദ്ദേഹം ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും സ്വന്തം പാർട്ടിയല്ലേ ഭരിക്കുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയാൻ ആ ധൈര്യമുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഞാൻ പല ചർച്ചകളിലും പറഞ്ഞു, നമുക്കിവിടെ ഇടത് രോഗമാണ്, വലത് രോഗമാണ്, അല്ലെങ്കിൽ CPM രോഗം, കമ്മ്യൂണിസ്റ്റ് രോഗം, കോൺഗ്രസ് രോഗം, BJP രോഗം, അങ്ങനെയൊന്നുമില്ല. ഈ മെഡിക്കൽ കോളേജിൽ വരുന്നത് സാധാരണ മനുഷ്യരാണ്, സാധാരണ പാവപ്പെട്ടവരാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. 41 വർഷമായിട്ട് ആ മെഡിക്കൽ കോളേജായിട്ട് ബന്ധമുണ്ട്. ചേർന്ന് നിൽക്കുക, ഇപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക്. അവിടുത്തെ പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടറിയാം. ഇതിന് മുമ്പിരുന്ന പ്രൊഫസർ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അയാൾ എന്നോട് പറയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആലോചിച്ചു. തീർച്ചയായും ഡോക്ടർ SS ലാല്. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഇന്ന് ഇപ്പോൾ പല തലങ്ങളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ, അവിടെ മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളുടെ പ്രതികരണം വന്നു, സജി ചെറിയാൻ്റെതായി വരുന്നു, പാർട്ടി സെക്രട്ടറി വരുന്നു, പിന്നീട് ഈ പറയുന്ന എഡിറ്റോറിയൽ ലേഖനങ്ങൾ, പേജിൽ വന്ന ഈ വിവരണങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ പുറത്തേക്ക് ഈ കാര്യങ്ങൾ ഉന്നയിച്ച ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്തുകയാണോ സർക്കാർ? അതല്ല, ഒരു താക്കീത് എല്ലാവർക്കും, ഇങ്ങനെ ഇത്തരം ആവലാതികൾ തുറന്നു പറയുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതിന്റെ സ്വരമായിട്ടാണോ നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? ശ്രീ റെജി ലൂക്കോസ്. ഒരിക്കലുമല്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് മാപ്പർഹിക്കാത്ത തെറ്റാ ചെയ്തിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി നാം ആർജിച്ചെടുത്ത ലോകത്തിന് തന്നെ മാതൃകയായ അന്തർദേശീയ തലത്തിൽ പോലും പ്രശസ്തമായ കേരളത്തിന്റെ ആരോഗ്യരംഗം അപ്പാടെ ആ സിസ്റ്റം തകർന്നു എന്ന് അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്വബോധമുള്ള ഒരു ഡോക്ടർ മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയും പിന്നെ അതിനെ ന്യായീകരിക്കുകയും പിന്നീട് താൻ ആ സിസ്റ്റം എന്ന് പറയുന്നത് തന്റെ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് മാത്രമുള്ള തിരുത്തി പറയുകയൊക്കെ ചെയ്തത് അങ്ങേയറ്റം ദുരൂഹമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തെറ്റുകൾ സംഭവിക്കാത്തൊരു സിസ്റ്റം ഭൂമിയിലില്ല. സാറ്റലൈറ്റിന് വരെ കംപ്ലൈന്റ് വരുന്നു, പിന്നെ അന്താരാഷ്ട്ര പ്രകടനങ്ങൾക്ക് തകരാറുണ്ട്, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ വിവരം സർക്കാരിനെ നേരിട്ട് അറിയിക്കായിരുന്നു. ഇനി അങ്ങനെ അറിയിച്ചില്ല എങ്കിൽ, ഒട്ടും ഫലമില്ലെങ്കിൽ അത് അറിയിക്കേണ്ട ഒരുപാട് വേദികളുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന രോഗികളെ തീരാ ദുഃഖത്തിലാക്കി ഭയപ്പെടുത്തി അവരെ വിഷമിപ്പിച്ച് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിലേക്ക് ഒരു കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ പ്രശ്നം ആ ആശുപത്രിയിലെ സിസ്റ്റത്തിന്റെ പിഴവ് സംബന്ധിച്ച് ആരെയും അദ്ദേഹം നേരത്തെ അറിയിച്ചില്ലെന്ന വാദം ശരിയല്ലല്ലോ. അദ്ദേഹം ഇത് ബോധ്യപ്പെടുത്തി. എല്ലാ വഴികളും അടഞ്ഞ സ്ഥിതിക്ക് ഒരു സത്യസന്ധനെന്ന് ഞാൻ അല്ല പറഞ്ഞത്, ആദ്യം ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത്. അതായത് നമുക്കൊന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. ആദ്യം ഇത് വെളിപ്പെടുത്തിയ സത്യസന്ധനായ ആരോഗ്യവകുപ്പ് മന്ത്രി ഏറ്റവും ഒടുവിൽ നൽകിയ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അരമണിക്കൂർ ഇന്റർവ്യൂവിൽ, മാതൃഭൂമി ന്യൂസ് നൽകിയ ഇന്റർവ്യൂവിൽ ആവർത്തിച്ച് പലതവണ പറഞ്ഞത് സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്ന്. ആ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെറുക്കപ്പെട്ടവനാകുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ്?
തീർച്ചയായിട്ടും അതിന് കൃത്യമായ മറുപടി ഉണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി കേരളത്തിലൊരു മന്ത്രി ആയതുകൊണ്ടും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മന്ത്രി ആയതുകൊണ്ടും ആരോഗ്യ രംഗത്തെ ഇത്ര നല്ല രീതിയിൽ നയിക്കുന്ന മന്ത്രി ആയതുകൊണ്ടാണല്ലോ തന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഡോക്ടറെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർ പ്രതികരിച്ചത്. അതിന് അവർക്കൊരു വലിയ അപ്രീസിയേഷൻ കൊടുക്കേണ്ടതാണ്. എന്നിട്ടും അദ്ദേഹത്തിനോട് പ്രതികാര നടപടി ഇല്ലാതെ കൊണ്ട് ആ സിസ്റ്റം എവിടെയാണ് സിസ്റ്റം തകരാറുള്ളത് അത് പരിഹരിക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹൈദരാബാദിൽ നിന്നും ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉപകരണങ്ങളാണ് സ്ഥാപിച്ചു. ഇവിടെ വിഷയം അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അങ്ങ് മെഡിക്കൽ കോളേജ് വരെയുള്ള സിസ്റ്റം അത് മുഴുവൻ തകരാറിലാണെന്ന് അദ്ദേഹം മീൻ ചെയ്തത്. അങ്ങനെ ശ്രീ റെജി ലൂക്കോസ് അങ്ങനെ പറയല്ലേ, അങ്ങനെ ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് പോകല്ലേ. അദ്ദേഹം തന്നെ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് എന്ന് തോന്നുന്നു എന്ന് മനസ്സിലാക്കി എന്തിനാണ് ഇറങ്ങിയത്? ഒരു സാമാന്യവൽക്കരണം അല്ല നടത്തിയത്. നോക്ക്, ഇടത് സഹയാത്രികനാണ്, അന്നും ഇന്നും എപ്പോഴും നാളെയും എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എങ്ങനെയാണ്? സിസ്റ്റം മുഴുവൻ തകരാറിലാണ്, ഈ ആരോഗ്യവകുപ്പ് മുഴുവൻ താറുമാറായി കുത്തേഞ്ഞ് കിടക്കുന്നു എന്നാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലുള്ള ഫുട്ടേജ് ഒക്കെ ഉണ്ടല്ലോ, റീവെന്റ് ചെയ്ത് നോക്കി. ആ പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചോരാ. സിസ്റ്റം തകരാറിലാണെന്ന് പറഞ്ഞ എന്താ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യ വകുപ്പ് തകരാറിലാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞ മാധ്യമങ്ങളിൽ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ സിസ്റ്റം തകരാറെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. എന്തിനാ തിരുത്തി പറഞ്ഞത്? ദാറ്റ് മീൻസ് അദ്ദേഹത്തിനെ പോലെ സത്യസന്ധരെന്ന് അവകാശപ്പെടുന്ന, നീതിപരന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ പറയുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസ് ഭയങ്കരമല്ലേ പ്രജീഷേ? മാതൃഭൂമി ചാനലിലെ ഒരാളുടെ ഭാഗത്തൊരു തെറ്റ് വന്നാൽ അത് മാതൃഭൂമി ചാനലിന്റെ തന്നെ കുഴപ്പമാണെന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്ന പോലെയല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്? ജനങ്ങൾ എങ്ങനെ എടുക്കും? ഒരുപാട് ചോദ്യങ്ങളുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അതായത് ഒരു ജീവൽ പ്രശ്നമാണ്, ആത്യന്തികമായിട്ട് ജീവൻ വെച്ച് പന്താടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നൊരു ഡോക്ടർക്ക് തോന്നുമ്പോൾ ആ ഡോക്ടർ ആ ഒരു സിസ്റ്റത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു വീർപ്പുമുട്ടൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെയാണ് കേരളം അടക്കം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ റോസ്നാര ബീഗം KGMCTയെ പ്രതിനിധി കൂടി തത്സമയം ചേരുകയാണ്. ഡോക്ടർ റോസ്നാര, നോക്കൂ, ഇപ്പോൾ ഇന്ന് വന്ന പ്രതികരണങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അതായത് ഒരു സിസ്റ്റം തകരാറിലായി, അത് സൂചിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ തുറന്നു പറഞ്ഞു, അത് റെക്ടിഫൈ ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അതിവേഗം, അതായത് ശീഘ്രത്തിലാണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള പിഴവ് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൽ ഡോക്ടർക്ക് വരുന്ന ഇത്തരം മുന്നറിയിപ്പുകളെ അതെങ്ങനെയാണ് കാണേണ്ടത്? എല്ലാ ആരോഗ്യ മേഖലയിലെയും നിങ്ങളെപ്പോലെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കൊക്കെയുള്ള ഒരു താക്കീതും മുന്നറിയിപ്പുമാണോ ഇതൊക്കെ? നമ്മുടെ കേരളത്തിലെ 100% ലിറ്ററസി ഉള്ള പ്രബുദ്ധരായ ജനങ്ങളുള്ള കേരളമാണ്. നമ്മുടെ ഭരണകർത്താക്കളും അതുപോലെ തന്നെ പ്രബുദ്ധരായവരാണ് എന്ന് പേര് കേട്ടവരുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഡോക്ടറുടെ മുന്നിൽ ഒരു രോഗി എത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ അയാളുടെ പൊളിറ്റിക്സോ അയാളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസോ അങ്ങനെയൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഒരു രോഗി ഞങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അയാൾക്ക് എങ്ങനെ ഒരു സേവനം കൃത്യസമയത്ത് നൽകാം, അയാളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം, അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ കുറയ്ക്കാം എന്നേ ഒരു ഡോക്ടർ നോക്കുകയുള്ളൂ. അപ്പൊ അതിനെ പൊളിറ്റിക്സിന് ഉപരിയായി കാണാൻ പറ്റണം. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഡിഫറൻസും അത് തന്നെയാണ്. നമ്മൾ എന്ത് കാര്യം എടുത്താലും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ എടുക്കണം. ഈ ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യാതൊരിടത്തും പറഞ്ഞിട്ടില്ല മുഴുവൻ സിസ്റ്റവും കറപ്റ്റഡ് ആണ് അല്ലെങ്കിൽ മുഴുവൻ സിസ്റ്റത്തിനും പ്രശ്നമുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇഷ്യൂ ആണ് പറഞ്ഞത്. ആ പറഞ്ഞ ഇഷ്യൂവില് ഗവൺമെന്റ് അപ്പോൾ തന്നെ ഇടപെടുകയും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പക്ഷെ ഇത് എവിടെയാണ് പ്രശ്നം എന്നുള്ളത്, ഞങ്ങൾ എല്ലാവരും ഇതേ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇതിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരു ഫയൽ ഒരു കാര്യം ഇപ്പോൾ പറയുന്ന ആളുകൾ എന്താണ്, ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് നോക്കുക, പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഉള്ള പ്രതികരണങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല, അത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനാരോഗ്യ വിദഗ്ധനായി നിൽക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ അത് പ്രതിപക്ഷത്തിന് കൊടുത്തൊരു വടി, അല്ലെങ്കിൽ ഇത് ഇരിക്കുന്ന സ്ഥാനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള അദ്ദേഹം ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ പറയുന്നു. വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് ചെയ്തത് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ വേദിയിൽ നമ്മുടെ ഈ ഫോറത്തിലിരിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞ ആരോപണം എന്താണ്? നേരത്തെയൊന്നും ഇത് പറയേണ്ടടുത്ത് പറയാതെ വന്ന് പറഞ്ഞു, ഇതിനെ ഒരു സാമാന്യവൽക്കരണം, ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തു ഈ പറയുന്ന ഡോക്ടർ എന്നാണ്. അത് ശരിയാണോ? അത്
അതൊരിക്കലും ശരിയല്ലല്ലോ. കാരണം പറയേണ്ടിടത്ത് പറഞ്ഞിട്ട് നടക്കാതെ വന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ എന്താ പറയാ, പൊളിറ്റിക്സ് അതിൽ ഇൻവോൾവ് ചെയ്യിക്കാതെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് നമ്മൾ ഈ പ്രശ്നങ്ങൾ നേരിടുകയാണ് വേണ്ടത്. എന്താണ് അതിന് ചെയ്യേണ്ടതെന്നുള്ളത് ഗവൺമെന്റ് അതിന് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. അപ്പൊ അതില് അദ്ദേഹത്തെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഒരാൾ അത് തുറന്നു പറയുമ്പോൾ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്ത് അതിന്റെ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈ കേരളത്തിലെ മുഴുവൻ പൊതുജനാരോഗ്യ രംഗം തകരാറിലാണ് എന്ന് പറഞ്ഞില്ല. ഇത് ഏറ്റുപിടിച്ച ആൾക്കാരാണ് അത് വെന്റിലേറ്ററിലാണെന്നും തകരാറിലാണെന്നും ആസന്ന മരണാവസ്ഥയിലാണെന്നും ഒക്കെ പറഞ്ഞത്. ഞങ്ങൾ ആരും ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, നമ്മുടെ ഒരുവിധം എല്ലാ ട്രീറ്റ്മെന്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് പല സംസാരങ്ങളിലും. അതായത് തെറാപ്പി, സ്ട്രോക്ക് ഇന്റർവെൻഷൻ, ഇൻഫോളജി, നമുക്ക് ഒരുവിധം എല്ലാം നൂതനമായ ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ, സർജറീസ്, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇല്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. അപ്പൊ അത് നടത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ സിസ്റ്റം കുറച്ചും കൂടെ ഫാസ്റ്റ് ആവുക. അതിലെന്താണ് തെറ്റ്? അത് ഫാസ്റ്റ് ആക്കാനുള്ള നടപടികൾ നിങ്ങൾ എടുക്കൂ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഡോക്ടർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമോ? ഈ പ്രൊഫഷണലി അദ്ദേഹത്തിന് വലിയ വില, കാരണം ഒരു അന്വേഷണത്തിലേക്ക് ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ സത്യസന്ധനായ ആ മനുഷ്യപ്പറ്റുള്ള ആ ഡോക്ടർക്ക് നേരിടേണ്ടി വരുമോ? അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ അദ്ദേഹം എല്ലാവരെയും അറിയിച്ചിട്ടുള്ള കാര്യവും ഇതിൽ വന്ന കാലതാമസവും ഒക്കെ വ്യക്തമാകുമല്ലോ. അതോടൊപ്പം തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ആണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതില് അദ്ദേഹം ഇത് ഈ രീതിയിൽ പറയരുതായിരുന്നു, പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധനായ ആളാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഡിലേ ഇൻ സർവീസസ് ഇസ് ഈക്വലന്റ് ടു കറപ്ഷൻ എന്ന് തന്നെ നമ്മുടെ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലാസ്റ്റ് വീക്കിലെ ഒരു സംസാരത്തിൽ പറയുകയുണ്ടായിരുന്നു. സർവീസസ് മുടങ്ങുക എന്ന് പറയുന്നത് അഴിമതിക്ക് തുല്യമാണ്. അപ്പൊ അത് നമ്മൾ വരാതെ നോക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ ഒരാളെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു ഉൾപ്പെടാനായിട്ട് കേരളത്തിലെ ജനങ്ങളും നമ്മുടെ എല്ലാവരും. ശ്രീ അഞ്ചൽ ജോബ്, നോക്കൂ, HDS-നൊക്കെ ഉണ്ടായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വളരെ നമ്മൾ ചർച്ച ചെയ്താണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾ എത്രയോ തവണ ഈ സംഭവങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിലെ എന്തൊക്കെയാണ് വൈകല്യങ്ങൾ എന്ന് വിലയിരുത്തിയതാണ്. ആ ഭീമമായ വൈകല്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ഈ സർക്കാരിന്റെ ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പ് തന്നെ എടുത്ത് അവിടെ ഒരു പരിഹാര മാർഗം അതിവേഗം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നീട് ആ ഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം തുറന്നു പറഞ്ഞ ആൾ അവർക്കൊരു വെറുക്കപ്പെട്ടവനും കുലംകുത്തിയുമാകുന്നെങ്കിൽ ഈ നൽകുന്ന സന്ദേശം എത്രത്തോളം ഗുരുതരമാണ്. സ്ഥായിയായ ജനങ്ങളുടെ, പാവപ്പെട്ടവന്റെ പ്രശ്നത്തിൽ മേലാണ് ഈ വിഷയത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്തത്. അത് ശരിയോ? അല്ല, സത്യം പറയുന്നവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സത്യസന്ധമായി അദ്ദേഹം മേൽഘടകത്തിലെല്ലാം അറിയിപ്പിച്ച് നടപടി വരാതിരുന്നപ്പോഴാണ് അദ്ദേഹം തുറന്നു പറയേണ്ടി വന്നത്. നോക്കൂ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ ആരോഗ്യനയം മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്നാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ വന്ന അപാകതയാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. അത് CPM-മാർക്കും ബാധകമായിരുന്നു. CPM-മാർക്കും അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2024 മെയ് മാസം 2-ാം തീയതി മഞ്ഞ കാർഡുള്ള ഒരു പേഷ്യൻ്റ്, ആയൂർ സ്വദേശി രതീഷ്, മുൻ പഞ്ചായത്ത് മെമ്പർ, CPM-ൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പർ, ഒരു സർജറിയുമായി മെഡിക്കൽ കോളേജിൽ വരികയുണ്ടായി. അദ്ദേഹം മഞ്ഞ കാർഡുമായി HDS ഓഫീസിൽ ചെല്ലുന്നു. അപ്പോൾ പറയുന്നു ഇവിടെ ആനുകൂല്യമൊന്നുമില്ല, മഞ്ഞ കാർഡൊന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുന്നു. അത് പത്രങ്ങളിലൊക്കെ വലിയ വാർത്ത വന്നു. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ആ പറഞ്ഞ ഉദ്യോഗസ്ഥക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് നടപടിയെടുത്തില്ല. ആ ഉദ്യോഗസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മഞ്ഞക്കാർഡ് വന്നപ്പോൾ അവിടെ ആനുകൂല്യമില്ല, മഞ്ഞക്കാരന് ആനുകൂല്യമില്ല എന്ന് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, സർക്കാരിന്റെ പദ്ധതികൾ. ഒരു കാര്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ഈ സർക്കാരിന്റെ നയങ്ങളെ അദ്ദേഹം ബലി കൊടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിന് വടി കൊടുത്തോ? കാരണം മന്ത്രിമാർ ആവർത്തിക്കുന്നത് പോലെ, CPM നേതാക്കൾ പറയുന്നത് പോലെ ഇദ്ദേഹം ഈ നമ്മുടെ നമ്പർ 1 എന്ന് നമ്മളൊക്കെ പറയുന്ന ഈ സർക്കാർ പൊതുവെ വിലയിരുത്തപ്പെടുന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നമ്പർ 1 ആരോഗ്യ കേരളത്തെ വികൃതമാക്കാൻ ആസൂത്രണം നടത്തിയ വ്യക്തിയാണോ?
ഒരിക്കലുമല്ല. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ സത്യസന്ധനായ ഒരു ഡോക്ടർ, വളരെ ജനകീയനായ ഡോക്ടർ, രാവിലെ 7 മണിക്ക് വന്ന് രാത്രി 10 മണി വരെ പേഷ്യൻറ്റിനെ നോക്കുന്ന അദ്ദേഹം, ഞായറാഴ്ച പോലും അദ്ദേഹം ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരിക്കലും സർക്കാരിനെ നാണം കെടുത്താനല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അത് സർക്കാരിന് കൊണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കുഴപ്പങ്ങളാണ്. ആ കുഴപ്പങ്ങൾ മനസ്സിലാക്കി അവരെ അവർക്കെതിരെ നടപടിയെടുക്കാൻ ആരാണ് പറയേണ്ടത്? പൊതുജനങ്ങൾക്ക്, പാവങ്ങൾക്ക് ഏതെങ്കിലും അത്യാഹിത സംവിധാനങ്ങളിൽ ചെറു അസുഖങ്ങൾക്കൊന്നും മെഡിക്കൽ കോളേജിലേക്ക് ആരും വരില്ലല്ലോ. റഫറൻസ് ലെറ്റർ വാങ്ങി അടിയന്തര ഘട്ടത്തിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇത് തുറന്നു പറയാൻ പരിമിതികളുണ്ട്. അതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊന്നും അവർക്ക് ബോധ്യമില്ല. സാധാരണക്കാരാണ് അവർ. വരുന്ന ഏറ്റവും അവസാനത്തെ ഒരു അത്താണിയാണ്, ഒരു ആശ്രയമാണ് നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാവരുടെയും. അപ്പോൾ അവിടെ അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. ഇത് പറയേണ്ട ആളുകൾ മറ്റാരും, നിങ്ങളുൾപ്പെടെ ഒരുപാട് പേരുണ്ടല്ലോ. ഈ HDS സംവിധാനമായാലും അല്ലാതെയും ഒക്കെ തന്നെ ഈ ആശുപത്രി മാനേജ്മെന്റ് സമിതികൾ, ഒരുപാട് സമിതികളുണ്ട്. അവരിൽ ആരും പറയാത്ത ഒരു കാര്യം ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞു അതൊരു പരിഹാരം കൂടി അവിടെ ഉണ്ടായി. പരിഹാരം ഉണ്ടാകാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾക്ക് പറയാം, എന്താണ്, കരിവാരി തേപ്പിക്കാൻ വേണ്ടി, ആ സിസ്റ്റത്തെ മോശമാക്കാൻ വേണ്ടിയാണ് ഒരു ഡോക്ടർ ഇത് ചെയ്തത്. എന്താണ് ഇത് പറഞ്ഞ ഉടൻ പിറ്റേ ദിവസം തന്നെ എന്താണ്, നൂലാമാലകൾ ഒന്നുമില്ലാതെ അതിവേഗം ഉപകരണങ്ങൾ വരികയാണ്. അപ്പോൾ എന്താണ്, പിഴവ് 100% വ്യക്തമല്ലേ? പിന്നെ ആ ഡോക്ടർ കുലംകുത്തിയാവുകയാണ്. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനായി മാറുകയാണ്. ഇത് എന്ത് സന്ദേശമാണ് ഈ സർക്കാർ? അല്ല, അതങ്ങനെ വരുമല്ലോ, അതങ്ങനെ വരും. കാരണം അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ ഉപകരണങ്ങൾ എത്തിയത്. മന്ത്രി പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ മഞ്ഞക്കാർഡിൻ്റെ ആനുകൂല്യം കൊടുത്തത്. അപ്പോഴവിടെ ആനുകൂല്യം ഉണ്ടായിരുന്നല്ലോ. അതാ പറഞ്ഞത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഉദാസീനതയാണ് ഇതിന് കാരണം. ഈ രതീഷിൻ്റെ വിഷയം തന്നെ ഞങ്ങളന്ന് വലിയ വാർത്തയാക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ മന്ത്രി ഇടപെട്ട ഉദ്യോഗസ്ഥയെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. അന്നവസാനം CPM-ൻ്റെ സംഘടനയായ കനൽ ഗ്രൂപ്പ്, ആയൂർ കനൽ ഗ്രൂപ്പാണ് അവർ പൈസ പിരിച്ച് ഈ രതീഷിനെ സഹായിച്ചത്, മഞ്ഞ കാർഡിൻ്റെ ഉടയനായ രതീഷിനെ. അന്ന് 1 വർഷത്തിന് ശേഷം വീണ്ടും ഒരു രാജേന്ദ്രൻ ബലിയാടാവേണ്ടി വന്നു. അദ്ദേഹം മരണപ്പെട്ടു. അവസാനം ആ പൈസ മന്ത്രി ഇടപെട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെയിലല്ലേ എൻ്റെ കുഴപ്പം? HDS-ലെ ഉദ്യോഗസ്ഥന്മാരെയിലാണ് കുഴപ്പം. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞിരിക്കുന്നു. പക്ഷെ നടപടിയെടുത്തില്ല. ലേഖനത്തിൽ എടുത്തു പറയുകയാണ്, എന്താണ്, 10,000 രൂപയൊക്കെ കിഫ്ബി വഴി അവതരിപ്പിച്ച ഒരു കരുത്തുറ്റ ആരോഗ്യക്ഷയമില്ലാത്ത ഒരു ആരോഗ്യ മേഖല ഇതിനെ ദൃഢപ്പെടുത്തിയ ഒരു സർക്കാരാണ്. കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങളൊക്കെ എണ്ണി പറയുകയാണ്. അപ്പോൾ ആസൂത്രിത നീക്കം ഈ വകുപ്പിനെ കരിവാരിത്തേക്കാൻ, ഈ ആരോഗ്യ രംഗത്തെ കരിവാരിത്തേക്കാനുള്ള ചില ഗൂഢാലോചന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടറും അങ്ങനെയെങ്കിൽ നമ്മൾ വിവക്ഷിക്കേണ്ടത്, നമ്മളതിനെ വിലയിരുത്തേണ്ടതാണ്. ഈ ഡോക്ടറും അതിന് കൂട്ടുനിന്നു എന്നാണ്. ആ രീതിയിലാണ് നോക്കൂ, സ്വകാര്യ മേഖലയെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് മന്ത്രി, CP-യുടെ മന്ത്രി പറയുകയാണ്. ആലോചിക്കണം, CP-യുടെ ഒരു മന്ത്രിയാണ്. അതേസമയം ആ CP-യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ അഭിപ്രായമല്ല ഉള്ളത്. അപ്പോൾ എന്താണ്, അദ്ദേഹത്തെ ബലി കൊടുക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇത് നാളെ ഇനി ആരും ഈ ആരോഗ്യരംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും ശബ്ദിക്കരുത് എന്ന ഒരു വാറോലയാണ് ഇപ്പോൾ പ്രതികരണങ്ങളായി വരുന്നത്? ശ്രീ SS ലാൽ, പൊതുജനാരോഗ്യത്തിന് ഒരുപാട് നന്മകളുണ്ട്. അതിനകത്ത് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സ്റ്റാഫും ഒക്കെ ഉണ്ട്. ചില ആശുപത്രികൾ നല്ലതുമാണ്. പക്ഷെ പൊതുവായിട്ട് ലക്ഷ്യബോധമില്ലാതെ പോവുകയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ തകർച്ചയുടെ വാക്കിലാണ്. ചിലർ തകർന്നു കഴിഞ്ഞു. ഇതിന് മുമ്പിരുന്ന യൂറോളജിസ്റ്റും സ്വന്തം പൈസയ്ക്കാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചിരുന്നത്. ഇതെല്ലാവർക്കും അറിയാം. ഇത് ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാൻ നോക്കുകയാണ്. ഈ നമ്മുടെ രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ കുട്ടിയെ വെടിവെക്കുന്നതിന് തുല്യമാണ്. ഈ സത്യം പറഞ്ഞാൽ കേരള ജനത ഈ ഡോക്ടർ ഹാരിസിന് അവാർഡ് കൊടുക്കേണ്ട. കേരള ജനത ഈ ചർച്ചയ്ക്ക് പോലും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും. അദ്ദേഹമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ നമ്മളൊക്കെ പല കോണുകളിലാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ജനോപകാരത്തിന് വേണ്ടി ചെയ്തതാണ്, ധൈര്യത്തോടെ ചെയ്തതാണ്. എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളും മറന്ന അയാൾ ജനങ്ങളെ പറ്റി മാത്രം. അതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഡോക്ടർമാരെ പഠിപ്പിക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് വേറെ താല്പര്യങ്ങളില്ല, രോഗങ്ങളുടെ മുന്നിൽ. അത് അയാൾ കൃത്യമായിട്ട് അയാളുടെ എത്തിക്സ് അനുസരിച്ച്, മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച്, അയാൾ ഡോക്ടറായപ്പെടുത്ത സത്യപ്രതിജ്ഞ അനുസരിച്ച് ചെയ്ത ഒരു കാര്യം ചെയ്ത ഒരാളെ അയാളെ ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മെഡിക്കൽ സമൂഹം വെറുതെ നോക്കിയൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും വേണ്ട. ജനസമൂഹം, കേരള ജനതയ്ക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ കാര്യങ്ങൾ. ഏത് മന്ത്രി വിചാരിച്ചാലും മുഖ്യമന്ത്രി വിചാരിച്ചാൽ സത്യം പറഞ്ഞൊരു ഡോക്ടറെ ആക്രമിക്കുന്നൊക്കെ കേരളം കൈകെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആരോഗ്യ മേഖല മറ്റ് സംഘടനാ നേതാക്കളെയൊക്കെ വിളിക്കുമ്പോൾ അവർ ഭയപ്പെടുകയാണ്. പ്രതികരിക്കാൻ പോലും അവർ തയ്യാറായി വരുന്നില്ല. അവർക്കൊക്കെ ഒരു ഭയം എന്ന രീതിയിൽ വരികയാണ്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചോളം എന്താണ്, ഇതിന്റെ മെറിറ്റ് കാണുന്നില്ല. ആരും മെറിറ്റ് കാണാതെ ഇതിന്റെ മെറിറ്റ് കാണുന്നില്ല. മെറിറ്റ് കാണണമല്ലോ. എന്താണ് നമ്മളെല്ലാം പറഞ്ഞു വന്നാൽ ഏതെങ്കിലും കാര്യം ഇതിനെ പൊളിറ്റിക്കൽ രീതിയിൽ ഒരു രാഷ്ട്രീയമായി ഇതിനെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണോ ഇത്? ശ്രീ SS ലാൽ, അങ്ങനെയെങ്കിൽ അതാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം
കേരളത്തിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാവരും ചികിത്സയ്ക്ക് വന്നിരുന്ന മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ കെ കരുണാകരൻ ഏറ്റവും വലിയ അപകടം പറ്റിയപ്പോൾ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അവിടേക്കാണ് വരുന്നത്. അങ്ങനെ വന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പൊ നമ്മുടെ ശ്രീ അച്യുതാനന്ദൻ, നമുക്കൊക്കെ പ്രിയപ്പെട്ട അച്യുതാനന്ദൻ ഇപ്പൊ ഏതാക്കില്ല കിടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏറ്റവും ഉത്തമമാണെങ്കിൽ എന്താണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരാത്തത്? ആലോചിച്ച് നോക്കണം. എന്റെ ക്ലാസ്മേറ്റ്സാണ് അവിടുത്തെ പ്രൊഫസർമാരല്ല, അതിവിദഗ്ധരാണ്. അമേരിക്കയിൽ പോലും കാണാൻ പറ്റാത്തത്ര വിദഗ്ധർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീ അച്യുതാനന്ദനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാത്തത്? എനിക്ക് പോകാൻ പറ്റില്ല. എനിക്കൊരു അവിടെ പറ്റി ഞാൻ സ്വകാര്യ ആശുപത്രിയിലാണ് പോയത്. അവിടെ ചെന്നാൽ അവസ്ഥ ഇതാണ്. ഈ യാഥാർത്ഥ്യമാണ്. ഇത് പറയുന്നവരെ ആക്രമിച്ച് പുറത്തു പറഞ്ഞ നന്മയുള്ള ഡോക്ടർ, നല്ല ഹൃദയമുള്ള ഡോക്ടർ, അയാൾ ആക്രമിച്ച തീരുന്ന പ്രശ്നമാണ്. കേരളത്തിൽ ആരോഗ്യ പ്രശ്നമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ട്. എല്ലാ വകുപ്പിലും പ്രശ്നമുണ്ട്. 50കളിലും 60കളിലും 70കളിലൊക്കെ തുടങ്ങിയ മെഡിക്കൽ കോളേജുകളാണ്. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല. ആരോഗ്യമന്ത്രി അസംബ്ലിയിൽ തന്നെ പറഞ്ഞ് രോഗികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് പ്രശ്നം. ധനമന്ത്രി പറയുന്നു 1 രൂപ പോലും കൂടിയിട്ടില്ല എന്ന്. അദ്ദേഹം കുറച്ചിട്ടില്ല എന്നേ പറയുന്നു, കൂട്ടിയിട്ടില്ല. ബജറ്റിന് ആവശ്യത്തിന് നീക്കിയിരിപ്പില്ല. 2% താഴെയാണ്. അമേരിക്കയ്ക്ക് തുല്യമാണ് ആരോഗ്യം എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ 16% GDP. ഇവിടെ 1% മുകളിൽ മാത്രമാണ്. വർഷാവർഷം ബജറ്റിൽ കൂട്ടുന്നില്ല. ഇതൊരു പിടിപ്പുകേടാണ്. ഇതൊരു കെടുകാര്യസ്ഥതയാണ്. ഇത് പ്ലാനിങ്ങിന്റെ പ്രശ്നമാണ്. ഇത് പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മ പ്രശ്നമാണ്. അത് വരുമ്പോൾ ബുദ്ധിമുട്ടുന്നത് പാവപ്പെട്ടവനാണ്. എനിക്ക് ശമ്പളമുണ്ട്, ഞാൻ പ്രൈവറ്റ് ആശുപത്രി പോവും. ഈ അച്യുതാനന്ദൻ ഗവൺമെന്റ് നോക്കും, സ്വകാര്യ ആശുപത്രി പോവും. ഈ പാവപ്പെട്ട മറ്റു തൊഴിലാളി എവിടെ പോവും? ലാലിനെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഒക്കെ ഉന്നയിക്കുന്ന കാര്യം, പാവപ്പെട്ട നമ്മളെപ്പോലെയുള്ള സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ എവിടെ പോകും? കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ പ്രതികരണം 10 പേർക്കെങ്കിലും ഗുണമാകട്ടെ എങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൂടെ. അല്ലാതെ ആ ഡോക്ടറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണോ വേണ്ടത്? നമുക്ക് ഡോക്ടർ റോസ്നാരോയിലും റോസ്നാര ബീഗത്തിലേക്കും ഒപ്പം റെജി ലൂക്കോസിലും മറ്റു അതിഥികളിലേക്കും അതിവേഗം തിരികെ എത്താം. ചെറിയ ഇടവേളയെടുത്ത ശേഷം ചർച്ചയിലേക്ക് തിരികെ. ശ്രീ റെജി ലൂക്കോസ്, സ്വന്തം വകുപ്പിലുണ്ടാകുന്ന കിതയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ, സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ, രോഗികളുടെ അവസ്ഥയെ കണ്ടുകൊണ്ട് ഒരു ഡോക്ടർ ചില കാര്യങ്ങൾ ആദ്യമേ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞല്ല. അതിനുവേണ്ടി ഒരു അപ്ഡേഷൻസ് ഒക്കെ അദ്ദേഹം നടത്തി, മുട്ടേണ്ട ഇടങ്ങളിലൊക്കെ മുട്ടി. അതൊന്നും കാണാതെ വരുമ്പോൾ ഗതികെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ്, അല്ലെങ്കിൽ പിന്നീട് തുറന്ന് പറയുകയാണ്. അതെങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഒരു വടിയായിട്ടിത് നൽകപ്പെടും? അതായത് നിങ്ങളുടെ സഹയാത്രികൻ, നിങ്ങളുടെ കരുത്തുറ്റ നേതാവ്, സഹയാത്രികനായ ഒരു വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ പ്രതിപക്ഷത്തിന് കൊടുത്തൊരു വടിയായി മാറും? ശ്രീ റെജി ലൂക്കോസ്. പ്രതീക്ഷ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഡോക്ടേഴ്സും അവിടുത്തെ സ്റ്റാഫും ആയിരക്കണക്കിന് വരുന്ന രോഗികളോട് ചെയ്യുന്ന അവരുടെ ആ സൗഹാർദ്ദപരമായിട്ടുള്ള സ്നേഹത്തലോടലുകൾ അർഹിക്കാത്തവരാരെങ്കിലും ഇപ്പൊ കേരളത്തിലുണ്ട്. ലോകത്തിന് മാതൃകയാണ് നമ്മുടെ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്. അങ്ങനെയുള്ള ഒരു മാതൃകാ പുരുഷനാണെന്നാണ് പറയുന്നത് ഈ ഡോക്ടർ ഹരിലാൽ ഇദ്ദേഹം. അദ്ദേഹം ഇടതുപക്ഷ സഖ്യയാത്രികനാണോ അല്ലെന്നുള്ളതല്ല. രണ്ടാമത് അദ്ദേഹം എന്നുള്ള മനുഷ്യനെയാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഇങ്ങനെയുള്ള ഒരു പൊതുസമൂഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാതെ ഉണ്ട്. A-Z കാറ്റഗറിയിലുള്ള ജനങ്ങൾ തങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാതെ ഇതുപോലുള്ള ഗവൺമെന്റ് ആതുരാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഡോക്ടർ വിളിച്ചു പറയുന്നു ഈ സിസ്റ്റം തകരാറിലാണ്. വളരെ പാതറ്റേക്കാണ് വിളിച്ചു ഇടപെടേണ്ടി വരുന്നത് വെച്ചാൽ അങ്ങനെ നമുക്ക് വീണ്ടും പഴയ പല്ലവി ആവർത്തിച്ച് ഇരിക്കേണ്ടതില്ല. എന്താണ് അതിന്റെ വസ്തുത എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം ആരോഗ്യവകുപ്പിനെ സമീപിച്ചു, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറിയെ സമീപിച്ചു, എല്ലാവരെയും സമീപിച്ചിട്ട് അദ്ദേഹം സുപ്രഭാതത്തിലല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, തുറന്നു പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതുണ്ടാകാതെ പോകുമ്പോൾ പിന്നെ എന്താണ് ഒരു നിവർത്തികെട്ട, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളെ ചിന്തിക്കുന്ന ഒരു പാവപ്പെട്ട രാവിലെ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ, എല്ലാ ദിവസവും പോയി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, സ്വന്തം വീട്ടുകളിൽ ഉണ്ടാകുന്ന മറ്റ് എന്തെങ്കിലും ആഘോഷ പരിപാടികളിലോട്ടും പോകാതെ ആ സമയവും കൂടി പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതായത് കുലംകുത്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവൻ എന്ന നിലയിലേക്കൊക്കെ തന്നെ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ വാളെടുക്കുന്നത് അല്ല. പ്രതീക്ഷ, ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനോട് വനിതാ ഡോക്ടർ പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞല്ലാത്ത കാര്യങ്ങൾ. മെഡിക്കൽ സിസ്റ്റം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ വെന്റിലേറ്ററിലാണ് തകർന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത നിങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിലെ പാവപ്പെട്ട രോഗികളിൽ വെച്ചിരിക്കുന്ന ആഘാതം എത്ര വലുതാ. അവരെ ചികിത്സിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും എന്നല്ലേ ആ ധ്വനി. അടിയന്തര ശസ്ത്രക്രിയക്ക് മുടങ്ങിയ ആളുകൾക്ക് അവർക്കൊന്നും ഒരു ആഘാതമില്ലേ? ഈ അടിയന്തര ശസ്ത്രക്രിയ മുടങ്ങിയ ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഘാതങ്ങൾ ചുമ്മാതായിരുന്നുവെങ്കിൽ അതിവേഗത്തിൽ
പരിഹാരമാർഗം ഇല്ലായിരുന്നല്ലോ. അവർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യട്ടെ എങ്കിൽ സർക്കാരിന് അതിൽ കാമ്പില്ലെങ്കിൽ, ആ ഉന്നയിച്ച വിഷയത്തിൽ അർത്ഥമില്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ പോരായിരുന്നു? അതിന് ജനങ്ങളുടെ മുമ്പിൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ രോഗികളെ പാനിക്കാക്കിയിട്ട് സർക്കാർ ആശുപത്രി എല്ലാം അപകടത്തിലാണ്, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. അത് അദ്ദേഹത്തിന് തിരിച്ചറിവില്ലായിരുന്നു. അദ്ദേഹത്തിന് തിരിച്ചറിവുള്ള ആളാ. അതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് താൻ ശിക്ഷയ്ക്ക് അർഹനാണെന്നുള്ള ബോധ്യത്തോടെ എടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് നിവർത്തിയില്ല അദ്ദേഹത്തിന്. വേറെ നിവർത്തിയില്ല. ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്, വേറെ നിവർത്തിയില്ല. മനുഷ്യപ്പറ്റുള്ള ഡോക്ടറാണെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ ഇതുപോലെ പാനിക് സിറ്റുവേഷനിലേക്ക് തള്ളിവിടുവോ? ആരെ പാനിക്കാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്? ആരെ പാനിക്കാക്കി? ആരെ പാനിക്കാക്കിയെന്നാണ് പറയുന്നത്? എല്ലാ ഈ പറയുന്ന എത്രയോ മെഡിക്കൽ കോളേജുകൾ സംസ്ഥാനത്തുണ്ട്. ഓരോ സംസ്ഥാനത്തെയും മെഡിക്കൽ കോളേജിലെ ന്യൂനതകൾ തുറന്നു കാട്ടും. ഇപ്പോൾ എറണാകുളം കളമശ്ശേരിയിൽ അവിടെ ട്രോളി തള്ളുന്ന കൂട്ടിരിപ്പുകാരാണ്. അത് പരിഹരിക്കപ്പെടണം. എന്താണ് പൊതുസമൂഹം ചർച്ച ചെയ്ത് ഇതുപോലെ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലൂടെ നമ്മളത് വാർത്തയാക്കിയാണ് വന്നാൽ മാത്രമേ അവിടെ ഇക്കാര്യത്തിൽ പരിഹാര മാർഗം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ സാങ്കേതികമായ പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് പോലും പുറത്തു നിന്നല്ലേ അറിയില്ല. അപ്പോൾ അവിടുത്തെ ആ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ തന്നെ വന്ന് പറയുകയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ്. അങ്ങനെയല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത്? ഒരു സെന്റൻസ് പറഞ്ഞോട്ടെ. ഇവിടെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതിന് ശേഷം കേരളത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടുവേദനയ്ക്ക് പോയ ചെറുപ്പക്കാരനെ കൊന്നു. നിങ്ങളൊരു ചർച്ച എടുത്തോ? ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രി നടക്കുന്ന ഇതുപോലെ ദുരൂഹ മരണങ്ങളും ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ചികിത്സയിലൂടെ ജീവൻ നഷ്ടപ്പെടുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുക്കാറുണ്ടോ? നിങ്ങൾ സർക്കാർ ആശുപത്രി വാർത്ത എത്രയോ ആശുപത്രികളുടെ ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസിന് അത്തരത്തിലുള്ള അപ്ഡേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വനിതാ ഡോക്ടറെ പോലെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമല്ലേ? അവരൊക്കെ കാണിക്കുന്ന കാരുണ്യം അത് ശരിയല്ല. ഈ സിസ്റ്റം ടാർഗറ്റ് വെന്റിലേറ്റർ ആണെന്നൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ അത് വരുന്ന ആഘാതം എത്ര ഭീകരമാണ്. ഈ ഡോക്ടർ അത് മുന്നിൽ കാണുന്നായിരുന്നോ? ആ ഡോക്ടറുടെ പക്ഷം ഏതാണെന്നുള്ള പ്രശ്നം. അദ്ദേഹം മനുഷ്യന്റെ പക്ഷത്തായിരുന്നുവെങ്കിൽ ഈ കേരളം നേടിയെടുത്ത ഈ ആരോഗ്യ മേഖലയുടെ വളർച്ചയെ അപ്പാടെ തകർക്കുന്ന ഒരു പ്രസ്താവന പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയില്ലായിരുന്നു. അത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ എത്തിക്സിനെ വയലേറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോ ഞാൻ 2 ആശുപത്രി സന്ദർശിച്ചവരാ. അറിയോ? നിങ്ങൾ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ആ ഡോക്ടറുടെ വിധി എഴുതി കഴിഞ്ഞു. ആ ഡോക്ടറുടെ വിധി എഴുതി കഴിഞ്ഞു. സത്യസന്ധനായ ഒരു നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭൂരിഭാഗവും ജീവിതത്തിലെ എല്ലാ സമയവും ആശുപത്രിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞതിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം മാത്രമല്ല നല്ല മനുഷ്യൻ. സർക്കാർ ആശുപത്രിയെക്കാളും ലക്ഷങ്ങൾ വാഗ്ദാനം ശമ്പളം ചെയ്തിട്ടും പോവാത്ത എത്രയോ നല്ല സർക്കാർ ആശുപത്രിയിലെ മനുഷ്യത്വമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവരല്ലേ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. 10 ലക്ഷം വാഗ്ദാനം ചെയ്തിട്ടും സർക്കാർ ശമ്പളം മതിയെന്നും പറഞ്ഞിരിക്കുന്നത് എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ഡോക്ടർ റോസ്നാൻ, അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്, ചർച്ചകളുടെ പോക്ക് എങ്ങനെയാണ്? നമ്മൾ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത തരത്തിലേക്ക് ഈ സംഭവത്തിന്റെ പരിണാമാവസ്ഥ 2-3 ദിവസങ്ങൾക്കിടയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം വളരെ ചുരുക്കി, നമ്മൾ ഈ വിഷയത്തെ എങ്ങനെയാണ് ഈ സർക്കാരായാലും ഇന്ന് പ്രതികരിച്ചിരിക്കുന്ന നേതാക്കന്മാരായാലും അല്ലെങ്കിൽ ഇതിന് രാഷ്ട്രീയ ചായ്വ് കൊടുക്കുന്ന, രാഷ്ട്രീയം നിറം കലർത്തുന്ന അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരായാലും അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ ഏത് രീതിയിലാണ് അഡ്രസ് ചെയ്യേണ്ടത് ഡോക്ടർ റോസ്നാൻ? ഇത് ഞാൻ നേരത്തെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് ഒരു പ്രശ്നമല്ല. കാരണം ഞങ്ങളുടെ അസോസിയേഷനും പൊളിറ്റിക്സ് ഇല്ല. അപ്പോൾ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ അധികാരപ്പെട്ടവരോട് പറഞ്ഞിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടായേനെ. ഇന്നലെ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടർമാരും പ്രതിഷേധത്തിലായിരുന്നു. എന്തിനായിരുന്നു എന്ന് അന്വേഷിച്ചോ ആരെങ്കിലും? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത്? 2020 വന്ന, അതായത് 2016 നടക്കേണ്ടിയിരുന്നു, 2020 ഓർഡർ വന്ന ഒരു പേ റിവിഷന് 5 വർഷത്തോളമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടാനുള്ള ഡോക്ടർമാർ ഞങ്ങള് പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, എഴുതി കൊടുത്തു എല്ലാവർക്കും, എല്ലാ മന്ത്രിമാർക്കും. എന്നിട്ട് എന്തായി? ഇന്നേ വരെ ഈ അടുത്ത പേ റിവിഷൻ 2026 1 വർഷം പോലും ബാക്കിയില്ല. ആ സമയത്ത് പോലും ഞങ്ങൾക്ക് തരാനുള്ള കുടിശ്ശിക തന്നിട്ടില്ല. പുതിയ ഡോക്ടർമാര്, അതായത് ബെസ്റ്റ് ഓഫ് ബ്രെയിൻസ് മെഡിക്കൽ കോളേജിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതാവും. കാരണം എന്തുകൊണ്ടാണ്? വരുന്നവർക്ക് ആകർഷകമായ ഒരു പേയുമില്ല. ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യുക. അപ്പൊ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പിന് അറിയില്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് അറിഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും എന്തുകൊണ്ടാ കേൾക്കാത്തത്?
അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും വേണ്ടി ഓഫീസുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്ന HOD-മാരുടെ അവസ്ഥ. അപ്പൊ അത് ശരിയാക്കി എടുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ നോക്കുന്നതിന് പകരം അത് പറഞ്ഞ ഒരാളെ ബലിയാടാക്കുന്ന ഒരു രീതി അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഹാരിസ് സാറിനെ ഞങ്ങൾക്ക് ഇന്നോ ഇന്നലെ അറിയാൻ തുടങ്ങിയതല്ല. അദ്ദേഹം എന്താണ്, ആരാണ്, എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇതിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ ഇത് കീറി മുറിച്ച് പഠിച്ച് അതിൽ ഉദ്ദേശശുദ്ധിയിലും ഉള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് പുതിയ പുതിയ കാരണങ്ങളും പുതിയ പുതിയ മാനങ്ങളും ഡിഫൈൻ ചെയ്തെടുക്കുന്ന എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അദ്ദേഹം ചെയ്തത് ഈ പ്രശ്നം എന്താണെന്നുള്ളത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുവഴി പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇനിയും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത് നല്ല സർവീസസ് കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ നമ്മള് ബാഡ് ഇമ്പാക്ട് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ വാർത്ത വന്നിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെയോ ഇന്നോ ഒക്കെ ഇവിടെ OP-യിലും കാഷ്വാലിറ്റിയിലും ഒക്കെ വന്നു നോക്കൂ, വാർഡുകളിൽ വന്നു നോക്കൂ, തറയിൽ പോലും ആൾക്കാർ കിടക്കുകയാണ്. ഇവിടെ നമ്പർ ഒന്നും കുറഞ്ഞിട്ടില്ല. സർവീസിന് വന്നിട്ടുള്ള ഒരു ആൾക്കാരുടെ നമ്പർ കുറഞ്ഞിട്ടില്ല. ഇന്നലെ പ്രൊട്ടസ്റ്റിന് 1/2 മണിക്കൂർ ഡോക്ടർമാർ ഇറങ്ങിയെങ്കിൽ വീണ്ടും 2 മണിക്കൂർ കൂടുതൽ OP-യിലിരുന്ന് പേഷ്യൻസിനെ നോക്കി വിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സർവീസസിൽ ആൾക്കാർക്ക് സംശയം ഒന്നും ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. കാരണം ഇവിടെ എല്ലാവരും വരുന്നുണ്ട്. തീർച്ചയായും നമുക്ക് വളരെ വ്യക്തമാണ് ഡോക്ടർ പറഞ്ഞത്. ആശുപത്രിയുടെ അവസ്ഥയൊക്കെ തന്നെ നമുക്കറിയാം. അവിടെ താളുകൾക്ക് തട്ടി വീഴാതിരുന്നാൽ അത്ഭുതം എന്ന നിലയിലാണ് അവിടെ ആശുപത്രിയിലെ രോഗികളുടെയൊക്കെ അവസ്ഥ. അവസാനമായി വളരെ ചുരുക്കി ശ്രീ അഞ്ചൽ ജോബ്, നോക്കൂ, ഇങ്ങനെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരിതാവസ്ഥ ലോകത്തെ അറിയിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ അറിയിച്ചതുകൊണ്ട് അതിനുശേഷം സ്വയം അല്ലെങ്കിൽ കരിയറിൽ അതിൻ്റെ നഷ്ടം അല്ലെങ്കിൽ നഷ്ടങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ മാനഹാനിയൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു രീതി മാത്രമായിരിക്കുമോ ഈ ഡോക്ടറെ സംബന്ധിച്ചോളം? അതല്ല, കാര്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ബലി കൊടുക്കേണ്ടി വന്നാൽ പോലും കാര്യമായ ഒരു രീതിയിൽ ഒരു മാറ്റം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു അനക്കം അവിടെ തട്ടിയിട്ടുണ്ടോ? അല്ല, എൻ്റെ ബലമായ സംശയം അദ്ദേഹത്തിനെതിരെ ആക്ഷനൊന്നും എടുക്കത്തില്ല. കാരണം ആക്ഷൻ എടുത്താൽ ഇവിടെ ജനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പമാണല്ലോ. ഒരു കാര്യമേ പറയാവുള്ളൂ, സർക്കാരിൻ്റെ ആ നയങ്ങൾ നടപ്പിലാക്കാൻ കീഴ്ഘടകങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഓർഡർ കൊടുക്കുക, അവരത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. തീർച്ചയായും അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അവസാനമായി ഡോക്ടർ SS ലാൽ, എന്തായാലും വലിയ നടപടികളിലേക്ക് പോകുന്നു അങ്ങനെയൊന്നും ഉള്ള സാഹചര്യത്തിലേക്ക് പോകില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മുടെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷ. പക്ഷേ ഈ സിസ്റ്റം നേരെയാകണം. അതിനൊരു തുടക്കമായി ഇത് മാറുമോ? മെഡിക്കൽ കോളേജിൽ നിന്നൊരു തുടക്കമാകുമോ? ഈ രാഷ്ട്രീയ ചായ്വ് നേരത്തെ റോസ്നാര പറഞ്ഞതുപോലെ അതെല്ലാം മാറ്റിവെക്കാം. ഡോക്ടർമാരെ സംബന്ധിച്ചുള്ള അവർ ഉന്നയിച്ച വിഷയങ്ങൾ രാഷ്ട്രീയ ചായ്വ് കലർത്താനും പാടില്ല. മറുപടി അവസാനമായി ചുരുക്കി. തീർച്ചയായിട്ടും. കാരണം സിസ്റ്റത്തിൽ തകരാറുള്ള ഡോക്ടർ പറഞ്ഞു, മന്ത്രി അത് ഏറ്റു പറഞ്ഞു. ഇപ്പൊ ഉണ്ടാകുന്നതൊക്കെ അതിനുശേഷം രാഷ്ട്രീയ ഡെവലപ്മെന്റ്സ് ആണ്. കേരള ജനസമൂഹം അങ്ങനെ ഡോക്ടർ ഒറ്റപ്പെടുത്താനൊന്നും നിന്നു കൊടുക്കില്ല, മെഡിക്കൽ സമൂഹം നിന്നു കൊടുക്കില്ല. പക്ഷെ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. CPM പൊളിറ്റിക്കലായിട്ട് തീരുമാനമെടുക്കുന്നത്. ആദ്യം മന്ത്രി തള്ളി പറഞ്ഞു, പിന്നെ ഡോക്ടർ നല്ല ആളാണെന്ന് പറഞ്ഞു, പിന്നെ പൊതുകണ്ടും പറഞ്ഞു. ഇന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM നേതാവ് പോലും 2 ദിവസം ഈ ഡോക്ടറെ പറ്റി നല്ല കാര്യങ്ങൾ. ശ്രീ SS ലാൽ, മുഖ്യമന്ത്രി കണ്ണുരുട്ടിയതിന് ശേഷമുള്ള പിൻവാങ്ങലാണോ? ഇന്ന് ആരോഗ്യമന്ത്രിയോട് മൈക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർ അധികം നേരം നിന്നിട്ട് ആ കാറിന്റെ ഗ്ലാസ് പോലും താഴ്ത്താതെ അവരെ നോക്കാതെയാണ് ആരോഗ്യമന്ത്രി പോകുന്നത്. കാരണം ഇന്നലെ മാതൃഭൂമി ന്യൂസിന്റെ ആ അഭിമുഖത്തിൽ അഭിലാഷ് മോഹൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സത്യസന്ധൻ എന്ന വാക്കായിരുന്നു. അപ്പോൾ പലരും ഇപ്പോൾ പ്ലേറ്റ് മാറ്റുന്നത് അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി CPM ഒരു തീരുമാനമെടുത്തു, ഈ ഡോക്ടറെ ഒതുക്കാനും ഇത്തരം ശബ്ദങ്ങൾ പുറത്തു വരാൻ പാടില്ല. അത് തെറ്റാണ്. ഈ CPM തന്നെയാണ് കേരളത്തിൽ പോലീസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കണം. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരമല്ല ഡോക്ടർ നടത്തിയത്. ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി വരി പറഞ്ഞാലാണ് അദ്ദേഹം ദൂഷിക്കപ്പെടാൻ പോകുന്നത്. അത് കേരളം അനുവദിക്കില്ല, മെഡിക്കൽ സമൂഹം അനുവദിക്കില്ല. എന്ത് വില കൊടുക്കും അത് തീർക്കുകയും. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. എന്തായാലും ഡോക്ടറെ സംബന്ധിച്ചോളം ഇന്ന് വന്ന പ്രതികരണങ്ങൾ നല്ല രീതിയിലുള്ളതായിരുന്നില്ല, പ്രത്യേകിച്ച് ഭരണപക്ഷത്തിൻ്റെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും CPM നേതാക്കളുടെ ഭാഗത്തുനിന്നും. അതേസമയം CP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള താക്കീത് അല്ലെങ്കിൽ ഈ ഡോക്ടറോട് സ്വീകരിക്കേണ്ട നിലപാട് അത് ശരിയല്ല, അല്ലെങ്കിൽ സംശുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ചതടക്കമുള്ള പ്രതികരണങ്ങളും നമ്മൾ കേട്ടു.